പ്രത്യേകിച്ച് ജമാഅത്തുകാരനായതുകൊണ്ട് ആ സന്ദേശം നിങ്ങളുടെ ചെവിയിൽ എത്തിയിട്ടുണ്ടാവും, അത് എത്തിച്ചിട്ടുണ്ടാവും. ഹൽ ബല്ലൗത്തു, ഞങ്ങൾ എത്തിച്ചു തന്നില്ലേ എന്ന് ഞങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങളോട് പരലോകത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണോ, ഈ രൂപത്തില് ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികളാണ് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരാൾക്ക് ഇല്ലാത്തത് പറയേണ്ട കാര്യമില്ല. നേരെ മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദം ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും മനസ്സിലാക്കിയതാണ്. ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുത്ത ആളുകള് അല്ലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ ഒറ്റുകൊടുത്തു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് വിഷമം വേണ്ട, ഞങ്ങളല്ല പറഞ്ഞത്. നേരെ മറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ, സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ ഹിന്ദുരാഷ്ട്രമോ എന്ന ലഘുലേഖ, ആ ലഘുലേഖയിൽ വളരെ വ്യക്തമായി പറയാണ്, ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോ വിഭജനത്തിനെതിരെ മൗദൂദി പ്രസംഗിച്ചിട്ടുണ്ട് ഇവിടെ പ്രസംഗിച്ച ആളും പറയണത്. എന്നാൽ മൗദൂദി ആ വിഭജനാനന്തരം എങ്ങോട്ടാ പോയത്? പഞ്ചാബിലാണ് അയാൾ ഉള്ളത്. പഞ്ചാബ് പത്താംകോട്ടിലാണ് അയാൾ താമസിച്ചു കൊണ്ടിരുന്നത്. അയാൾ നേരെ വണ്ടി എടുത്തു, എങ്ങോട്ട്? പാകിസ്ഥാനിലേക്ക് വണ്ടി കയറി. ഇല്ലേ, മൗദൂദി സാഹിബ് വണ്ടി കയറി. ആ പാകിസ്ഥാനിൽ കിടന്നിട്ട് അദ്ദേഹം മരിച്ചോ? ഇല്ല, മരിക്കാൻ അമേരിക്കയിൽ പോയി. ഞങ്ങൾ മനസ്സിലാക്കണോ, ഇവര് കൊക്കക്കോളക്കെതിരെ അമേരിക്കക്കെതിരെയൊക്കെ ഇങ്ങനെ വിടുവായുത്തം പറയാ. അമേരിക്കക്കെതിരെ വാ വിളിച്ച അമേരിക്ക എതിർക്കണ്ടെന്നല്ല പറയണത്. നേരെ മറിച്ച് അമേരിക്ക എതിർക്കണേന്റെ മറവില് ഇവരിങ്ങനെ ഈ പറയുന്ന ജൂതായിസം കടത്തിവിടുക. അത് ശരിയല്ല. അമേരിക്ക എതിർക്കുന്ന ലോകത്തുള്ള എല്ലാ ആളുകളും, എല്ലാ മനുഷ്യരും, മനുഷ്യത്വമുള്ളവരും അമേരിക്കയുടെ നിലപാടുകളെ അല്ലെങ്കിൽ സാമ്രാജ്യത്വ നിലപാടുകളെ എതിർക്കുന്നവരാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അത് എതിർക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ? അവര് കൊണ്ടുവന്ന സിനിമ അമേരിക്കയെന്ന്. മൗദൂദി മരിക്കാൻ പോയത് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോയിട്ട് ചികിത്സ തേടിയിട്ട് അവസാനം ആ ചികിത്സയിൽ സാമ്രാജ്യത്വത്തിന്റെ ചികിത്സ തേടി ബഫലോ ഹോസ്പിറ്റലിൽ കഴിയുമ്പോഴാണ് മൗദൂദി സാഹിബ് മരിച്ചോണ്ട് ഇവര് പറയൂല, ജനിച്ചത് എന്താ മരിച്ചിട്ടില്ലേ? മൂപ്പര് മരിച്ചിട്ടില്ലേ? എവിടുന്നാ മരിച്ചത്? അമേരിക്കയിലാണ് മരിച്ചത്. അതൊക്കെ ഈ നാട്ടിലുള്ള ജനം അറിയണം, മനസ്സിലാക്കണം. ജമാഅത്ത് ഇസ്ലാമി പറയാൻ പഠിക്കുന്ന കാര്യ. ആയിക്കോട്ടെ, ഏതായിരുന്നാലും ഇന്ത്യ വിഭജിച്ചിട്ട് ഇയാൾ വണ്ടി കയറി ഇവിടുന്ന്. ആര്? മൗദൂദി സാഹിബ് വണ്ടി കയറിയിട്ട് എന്താ പറഞ്ഞത്? ബോർഡിൽ പോയിട്ട് വിളിച്ചു പറയാണ്, എന്ത്? ഞാൻ പോവാണ് കേട്ടോ, ഇനി ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഞങ്ങൾക്കുണ്ട്, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യ ഉണ്ട്, ഞങ്ങൾക്ക് പാകിസ്ഥാൻ ഉണ്ട്. മൗദൂദി പോവാ പാകിസ്ഥാനിലേക്ക്. എന്നിട്ട് ഇയാൾ പറയാണ്, ഇന്ത്യക്കാരോട് പറയണത് ഹിന്ദു നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു ഹിന്ദു ഗവൺമെന്റ് ഇന്ത്യയിൽ വരണം, ജനാധിപത്യം മതേതരത്വം പറ്റൂല. നേരെ മതാധിഷ്ഠിതമായ ഭരണേ വരാൻ പാടുള്ളൂ, മതേതരത്വവും ജനാധിപത്യവും പാടില്ല. ഹിന്ദു നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ വരികയും മനുവിന്റെ നിയമം രാജ്യത്തിന്റെ നിയമമാവുകയും അതിന്റെ ഫലമായി മുസ്ലിങ്ങളെ അയിത്തക്കാരായി കാണുകയും അവർക്ക് ഗവൺമെന്റിൽ യാതൊരു പങ്കും നൽകാതിരിക്കുകയും എന്തിനവർക്ക് പൗരാവകാശം പോലും കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് യാതൊരുവിധ എതിർപ്പുമില്ല. ഈ ഇന്ത്യ രാജ്യത്ത് അവശേഷിക്കുന്ന മുസ്ലിം സമുദായത്തിന് ഇന്ത്യയിലെ പൗരാവകാശം പോലും കൊടുത്തിട്ടില്ലെങ്കിലും അവരെ അയിത്തക്കാരായി കണ്ടാലും എനിക്ക് പ്രശ്നമില്ല. നിസാമിൽ 1975 ഉദ്ധരിച്ചത് പേജ് 11 എന്ന് സീതാറാം യെച്ചൂരി എടുത്തുദ്ധരിക്കാണ് മൗദൂദിയുടെ വാക്ക്. ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുത്തിട്ട് പാകിസ്ഥാനിലേക്ക് ചേക്കേറിയ മൗദൂദി ഇന്ത്യക്ക് വേണ്ടി വാദിച്ചു എന്ന് പറയുന്ന ജമാഅത്ത് പ്രാസംഗിക എവിടുന്ന മൗദൂദിയുടെ ചരിത്രം പഠിച്ചത്? സീതാറാം യെച്ചൂരി വരെ വളരെ വ്യക്തമായി എഴുതുക. ഇനി വേണ്ട, സീതാറാം യെച്ചൂരി CPM-ന്റെ ആളാണ്, ഞങ്ങളോട് വേറെ വിരോധമുള്ളത് കൊണ്ടാണ്, പിന്നെ കമ്മ്യൂണിസ്റ്റ് പരമായ വിരോധമുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിനെ വോട്ട് കൊടുക്കണ കേരളത്തിൽ? ആയിക്കോട്ടെ, നിങ്ങൾ വോട്ട് കൊടുത്തത് അത് പ്രശ്നാധിഷ്ഠിതമായ വോട്ടാണെങ്കിൽ ഇത് മാത്രമല്ലല്ലോ, സീതാറാം യെച്ചൂരി മാത്രമല്ലല്ലോ പറഞ്ഞത്. രാജ്മോഹൻ ഗാന്ധി കുടുംബത്തിലുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞിട്ടില്ലേ? ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്ന വയലാർ രവി പറഞ്ഞിട്ടില്ലേ? അപ്പോ മാന്യ സഹോദരങ്ങളെ, വളരെ വ്യക്തമാണ്. മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് പരസ്യമായി തീവ്രവാദ പ്രവർത്തനം നടത്തുക മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിനെതിരെ പ്രവർത്തിച്ച ഏക സംഘടന അത് ജമാഅത്തെ ഇസ്ലാമി അല്ലേ? ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യൽ ഹറാമാണെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറയണ്ടില്ല, നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി അത് പറഞ്ഞ് പ്രസംഗിച്ച് പറയേണ്ട കാര്യമില്ല. അവർ വോട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു, പിന്നെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. വോട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ആർക്കാ വോട്ട് ചെയ്തത്? RSS-കാരന്, BJP-കാരന്. 1979 BJP-യുമായി രഹസ്യധാരണയുണ്ടാക്കി. എവിടുന്നാ രഹസ്യധാരണയുണ്ടാക്കിയത്? ജയിലിൽ കിടന്നിട്ട് രഹസ്യധാരണയുണ്ടാക്കി. അങ്ങനെ രഹസ്യധാരണയുണ്ടാക്കിയിട്ട് ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിക്കാരൻ വോട്ട് ചെയ്യാൻ പോയിട്ട് ആർക്കാണ് വോട്ട് ചെയ്തത്? ജനസംഘത്തിന്, അദ്വാനിയുടെ പാർട്ടിക്ക്, വാജ്പേയിയുടെ പാർട്ടിക്ക്. അങ്ങനെ ഈ മുസ്ലിം സമുദായത്തിനെതിരെ ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾക്ക് വേണ്ടി സംഘടിതമായി വോട്ട് ചെയ്ത ഏക സംഘടന ജമാഅത്തെ ഇസ്ലാമി. എങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന് അതുമായിട്ട് യോജിക്കാൻ പറ്റും? ഇല്ലെങ്കിൽ നിഷേധിക്കോ? പ്രബോധനത്തിൽ തന്നെ വളരെ വ്യക്തമായി എഴുതി വെച്ച കാര്യമായത്.
പ്രബോധനത്തിൽ തന്നെ രേഖപ്പെടുത്തിയ കാര്യം. ഇനി അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടിയായി ഇവർ മാറി. രാഷ്ട്രീയ പാർട്ടിയായി ഇവർ രൂപാന്തരപ്പെട്ടു അല്ലേ? രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരപ്പെട്ടപ്പോഴോ അപ്പോഴും ആർക്കാ സ്വാധീനം? BJPക്ക്, സംഘപരിവാർ ശക്തികൾക്ക് അല്ലേ? ഞാൻ പറഞ്ഞതല്ലോ. ഓ അബ്ദുള്ള സാഹിബ് തന്നെ പറയുന്നത് കേട്ടോളൂ. മുസ്ലിം വോട്ടുകൾ ശിഥിലമാക്കി BJPക്ക് അവസരമുണ്ടാക്കി കൊടുക്കുക മാത്രമല്ല, സംഘപരിവാര സഹയാത്രികരെ ജമാഅത്ത് സ്ഥാനാർത്ഥിയാക്കുക കൂടി ചെയ്തു എന്നും ആരോപിക്കുന്നു. സംഘപരിവാര ശക്തികളെ സ്ഥാനാർത്ഥിയാക്കി. കണ്ണൂർ നഗരസഭ സിവിൽ സ്റ്റേഷൻ വാർഡിലെ ജനപക്ഷം സ്ഥാനാർത്ഥി ശശികല ബാൽതാക്കറെ എന്ന സംഘപരിവാര വ്യാക്രത്തിലെ അനുയായിയായ ശിവസേനക്കാരിയാണ്. ശിവസേനക്കാരിയെ സ്ഥാനാർത്ഥിയാക്കി ആര്? ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി. മാത്രമല്ല, മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ജാമ്യസംഖ്യ കളഞ്ഞുകുളിച്ച CK മാസ്റ്റർ മുരത്ത RSSകാരനും മുൻ BJP സംസ്ഥാന അധ്യക്ഷനായ രാമൻപിള്ളയുടെ പാർട്ടിയിലെ ജില്ലാ വൈസ് പ്രസിഡന്റുമാണ്. നിങ്ങൾ മുസ്ലിം സമുദായത്തെ സേവിക്കാണ് പോലും, ഇസ്ലാമിക സമൂഹത്തിനാണ് പോലും, ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാണ് പോലും. ആദ്യമായി വോട്ട് കൊടുത്തത് BJPക്ക്. ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയതും സംഘപരിവാര ശക്തികളെ. നിങ്ങൾ ഏത് ഇസ്ലാമിക സമൂഹത്തെയാണ് സേവിക്കുന്നത്? ഏത് ഇസ്ലാമിക സമൂഹത്തെയാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? മാത്രമല്ല, പരസ്യമായി ഇന്ത്യ രാജ്യത്ത് തീവ്രവാദം നടപ്പിലാക്കി. തീവ്രവാദം വെച്ചാൽ തീവ്രവാദ സംഘടനകളുമായി ചേർന്നിട്ട് ഇന്ത്യ രാജ്യത്തിനെതിരെ പണിയെടുത്തു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ. ആരെങ്കിലും തീവ്രവാദിയാക്കിയതാണോ? അല്ലല്ലോ. പ്രബോധനം തന്നെ എഴുതി വെച്ചതല്ലേ. മാത്രല്ല, കാശ്മീരിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിൽ ഇല്ല. അത് ഞങ്ങൾ വിചാരണ ചെയ്തല്ല. ഈ നാട്ടിലെ ഇന്ത്യൻ പൗരന്മാരായ ആളുകള്, മുജാഹിദികൾ ഇന്ന് വന്നിട്ട് പറഞ്ഞാണോ? അല്ല, ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ വിചാരണ ചെയ്തതാണ്. നിങ്ങൾ കണ്ടുള്ളൂ അവസാനം. ഈ മൗദൂദിസമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന പ്രമാണം. എന്നാൽ പ്രത്യേക ഘടകമായി മാറിയ തങ്ങൾക്ക് വ്യത്യസ്തമായ നയപരിപാടികൾ ഉണ്ടെന്നാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം. അതേസമയം ജനാധിപത്യത്തോടും ദേശീയതയോടുമുള്ള ഇവരുടെ നിലപാട് ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ്. ലാഹോറിൽ സ്ഥാപിതമായ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ പാക് വിഭജനത്തോടെ രണ്ടായി. 1948 ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന സംഘടന രൂപീകരിച്ചു. ഇന്ത്യയൊട്ടാകെയുള്ള സംഘടനയാണിതെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് ജമ്മു കാശ്മീരിൽ ഘടകമില്ല. അവിടെ ജമ്മു കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രത്യേക സംഘടനയാണ് പ്രവർത്തിക്കുന്നത്. ഇതിനുള്ള ഔദ്യോഗിക വിശദീകരണം ഇതാണ്. കശ്മീരിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഘടന രൂപീകരിക്കുവാൻ ആരും മുന്നോട്ട് വരാത്ത പശ്ചാത്തലത്തിലാണ് അവിടെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന് ഘടകം ഇല്ലാതെ പോയത്. 1947 വിഭജനത്തെ തുടർന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രമല്ല മറ്റു പല സംഘടനകൾക്കും യഥാർത്ഥത്തിൽ അവിടെ ഘടകങ്ങൾ ഉണ്ടായിരുന്നില്ല. അവയുടെ മറ്റു പല സംഘടനകളുമാണ് കാശ്മീരിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് അവയ്ക്കെല്ലാം തന്നെ കാശ്മീരിൽ ഘടകം ഉണ്ടായിട്ടുള്ളത്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞത് അവിടെ ഞങ്ങൾക്ക് ആളെ കിട്ടുന്നില്ല. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി ആളെ കിട്ടുന്നില്ലെങ്കിലും രണ്ടാളുണ്ടെങ്കിലും ഹിന്ദ് എന്ന് പറയുന്നതിൽ കാശ്മീർ വരണ്ടേ? അപ്പൊ കാശ്മീരിൽ ജമ്മു കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം കൊടുക്കുകയും അവർ ഇന്ത്യയിലെ മതേതരത്വത്തെ മുഴുവൻ വെല്ലുവിളിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെയും വെല്ലുവിളിച്ച് പാകിസ്ഥാന്റെ ഭാഗമാകണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് ഞങ്ങൾ മതേതരത്വത്തിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നവർ വിളിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. കണ്ടോ, എല്ലായിടത്തും ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, കാശ്മീരിലില്ല. അവിടെ ആളില്ലാന്ന് ചെയ്തു പറഞ്ഞത്. എന്നാൽ അവിടെ ജമാഅത്ത് ഇസ്ലാമി വേറെ ഉണ്ട്, കാശ്മീർ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. ആളില്ലാത്തടത്ത് എങ്ങനെ കാശ്മീർ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായത്? ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക്ക് ആളില്ല. അവിടെ ആളില്ലാത്തതുകൊണ്ട് അവിടെ ഉണ്ടാകാതിരുന്നെന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ അവിടെ കാശ്മീർ ജമാഅത്ത് ഇസ്ലാമിൽ ആളുണ്ടല്ലോ. എന്ന് മാത്രമല്ല, കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പ്രബോധന ലേഖനം എഴുതി. എന്താ പറയുന്നത്? താഴ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. ഇന്ത്യയിലെ ഓരോ പൗരനും ജമാഅത്തെ ഇസ്ലാമി വിചാരണ ചെയ്യേണ്ട വാക്കുകളാണിത്, വാചകങ്ങളാണിത്. ഇന്ത്യയിലെ ഓരോ പൗരനും അവിടെ മുസ്ലിമെന്നോ മുജാഹിദെന്നോ ജമാഅത്തെ ഇസ്ലാമി എന്നോ അതല്ലെങ്കിൽ ഈ പറയുന്ന തബ്ലീഗെന്നോ വേർതിരിച്ച് മാറ്റി നിർത്തി വിശദീകരിക്കേണ്ടതല്ല. ഇന്ത്യയിൽ ജനിച്ച ഓരോ മനുഷ്യനും ജമാഅത്തെ ഇസ്ലാമി വിചാരണ ചെയ്യണം. സ്വന്തം അനുയായികൾ തന്നെ, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വന്തം അനുയായികൾ തന്നെ സ്വയം വിചാരണ ചെയ്യണം. എന്താണ്? കാശ്മീർ താഴ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചുള്ളതായി പറയപ്പെടുന്നു. താഴ്വരയിൽ ഏറ്റവും ശക്തമായ തീവ്രവാദി ഗ്രൂപ്പുകളൊന്നായ ഹിസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ്. നമ്മൾ പറഞ്ഞിട്ട് വേണം ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികളാകാൻ. ഹിസ്ബുൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണെന്ന് മാത്രമല്ല,
പിന്നെയും പറയുന്നത് കേട്ടോളൂ, ഇതിനു പുറമെ അള്ളാഹ് ടൈഗേഴ്സ് എന്നൊരു സംഘത്തിനും ജമാഅത്ത് രൂപം നൽകിയിട്ടുണ്ട്. ജനങ്ങളിൽ ഇസ്ലാമിക ചൈതന്യം വളർത്തുകയും നിലനിർത്തുകയുമാണ് ഈ സംഘത്തിന്റെ മുഖ്യമായ പ്രവർത്തനമെന്ന് പറയപ്പെടുന്നു. വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ്. കണ്ടോ, തീവ്രവാദി ഗ്രൂപ്പുകളെ മുഴുവൻ കാശ്മീരിന്റെ താഴ്വരയിൽ ചിന്ന ഭിന്നമായി കിടക്കുന്ന തീവ്രവാദി ഗ്രൂപ്പുകളെയൊക്കെ സംഘടിപ്പിക്കുന്നതിലും ഒരുമിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് അത് പ്രധാനമാണ് എന്ന് പറയുന്നത് പ്രബോധനമാണ്. ഇത് 50-ാം വാർഷിക പതിപ്പാണ്. ഈ 50-ാം വാർഷിക പതിപ്പ് നെറ്റിൽ ഇവർ കൊടുത്തു. പ്രബോധനത്തിന്റെ സൈറ്റില് വാർഷിക പതിപ്പുണ്ട്. പക്ഷെ ഈ ലേഖനം അവിടുന്ന് ഒഴിവാക്കി, PDF ഫയൽ കാണുന്നില്ല. എന്തേ ചെയ്തത് അപരാധം തിരിച്ചറിഞ്ഞു. എന്തിനാ അവിടുന്ന് ഒഴിവാക്കിയത്? പുസ്തകത്തിൽ അതുണ്ടല്ലോ, പ്രബോധനത്തിന്റെ 50-ാം വാർഷിക പതിപ്പിൽ അതുണ്ടല്ലോ. ഇനി ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പറയൂ ഇത് ഞങ്ങൾ ചെയ്തിട്ടില്ല? അപ്പൊ കാശ്മീരിന്റെ ഇന്ത്യ രാജ്യത്ത് പോലും തീവ്രവാദികളെ സംഘടിപ്പിക്കുകയും ആ സായുധ സേനകൾ ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പരസ്യമായി എഴുതി വെക്കുകയും ഇന്ത്യ രാജ്യത്തിന് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയ ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് ഇസ്ലാമിയെ വിയോജിക്കേണ്ടി വരുന്നു, മാറി നിൽക്കേണ്ടി വരുന്നു, അവരുമായി യോജിക്കാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ അവരുടേതായ വിയോജിപ്പ് വ്യക്തമായി തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. അതിന് പലപ്പോഴും ഇവരതിനെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ലീഗിന്റെ ബി ടീം ആയതുകൊണ്ടാണ്. ലീഗിന്റെ ബി ടീം ഇങ്ങനെയൊക്കെ ഇപ്പൊ പ്രസംഗിച്ചടക്കുന്നത് ലീഗിന്റെ ബി ടീം ആയതുകൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടാണ് നിങ്ങൾ നേരിട്ടുള്ളത്, രാഷ്ട്രീയമായിട്ടാണ് നിങ്ങൾ നേരിട്ടുള്ളത്. അതിന് മാത്രങ്ങൾ ഉണ്ടോ? ജമാഅത്തെ ഇസ്ലാമിക്ക് ആകെ കിട്ടിയ ഒരു വോട്ടാ. ഇതെന്താ ഒരു ഈർക്കിലി പാർട്ടി കിട്ടൂല ഇവിടെ വോട്ട്? ഈർക്കിലി പാർട്ടികളില്ലേ, അവർക്ക് മാന്യമായിട്ട് വോട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് കിട്ടിയത് മാറ്റത്തിനൊരു വോട്ട്, ഒറ്റ വോട്ടേ ചെയ്തുള്ളൂ. കേഡർ പാർട്ടിയാണ്, അതിനപ്പുറം പറഞ്ഞതിനപ്പുറം ചെയ്യൂലെന്നാ. കേഡർ പാർട്ടിക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെന്നാ. കേഡർ പാർട്ടികൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ട്, പറഞ്ഞതേ ചെയ്യൂ. മാറ്റത്തിന് ഒറ്റ വോട്ട് എന്ന് പറഞ്ഞാൽ 2 വോട്ട് കൊടുക്കൂല, ഒറ്റ വോട്ടേ കൊടുക്കുള്ളൂ. ആ ഒറ്റ വോട്ട് കിട്ടി. ഇങ്ങനെ ഈർക്കിലി പാർട്ടി രാഷ്ട്രീയമായിട്ട് എന്ന് പറയണ്ടോ? ഇല്ല. പിന്നെ രാഷ്ട്രീയപരമായി നിങ്ങൾ നേരിടാനില്ല. പിന്നെ നേരിടാനുള്ളത് ആദർശപരമായിട്ടാണ്. മുജാഹിദ് പ്രസ്ഥാനം തുടക്കം മുതൽ ഇന്ന് വരെയും ജമാഅത്തെ ഇസ്ലാമിയെ ആദർശപരമായിട്ടാണ് നേരിട്ടുള്ളത്, രാഷ്ട്രീയപരമായി നേരിടാനില്ല നിങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിയോജിപ്പ് ആദർശാടിസ്ഥാനത്തിലുള്ളതാണ്. വിശ്വാസത്തിന്റെയും ഈമാനിന്റെയും അതുപോലെ തന്നെ പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള വിയോജിപ്പാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും ഒരിക്കൽ കൂടി ആവശ്യപ്പെടാനുള്ളത്, ഐഹിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ജീവിതം, ആ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ആ കാഴ്ചപ്പാട് രൂപീകരിക്കുമ്പോൾ പ്രമാണങ്ങളാണ് നമ്മെ സ്വാധീനിക്കേണ്ടത്, വ്യക്തികളല്ല, വ്യക്തിപ്രഭാവങ്ങളല്ല. നേരെ മറിച്ച് പ്രമാണങ്ങൾ നമ്മെ സ്വാധീനിക്കട്ടെ. ഖുർആനും സുന്നത്തും എന്ത് പറയുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയുണ്ടാകണം. ഐഹിക ലോകമെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ജീവിതം മാത്രമാണ് നമുക്കുള്ളത്. വളരെ കുറഞ്ഞ സമയം ഇവിടെ സന്തോഷിക്കാനോ ആനന്ദിക്കുവാനോ ആഹ്ലാദിക്കുവാനോ അടുത്തുവെറുക്കുവാനോ ഉള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് കരുഞ്ഞരുളിയ ഈ ജീവിതം, ആ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയം അള്ളാഹുവിന്റെ തൃപ്തിയിൽ ചെലവഴിക്കുവാൻ അള്ള പറഞ്ഞതുപോലെ, പ്രവാചകൻ പഠിപ്പിച്ചു തന്നതുപോലെ ജീവിതത്തിൽ വിശ്വാസങ്ങളെ ക്രമീകരിച്ച് ആചാരങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ പരിശ്രമിക്കണം. അതിനു വേണ്ടിയാണ് ഇസ്ലാഹി പ്രസ്ഥാനം നിലനിൽക്കുന്നത്. ആ ഒരു വഴിയാണ് മുജാഹിദ് പ്രസ്ഥാനം തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് ഒറ്റവാക്കിൽ സൂചിപ്പിച്ച് സമയം അതിക്രമിച്ചതിനാൽ ഞാൻ എന്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ അവന്റെ അടുക്കൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ